ഇന്ന് ഗ്ലോബലായിട്ട് നടക്കുന്ന ഏറ്റവും വലിയ ഡിസ്കഷനാണ്, ഹോട്ട് ടോപ്പിക്കാണ് AI. അതായത് ഗ്ലോബലായിട്ടുള്ള അർബൻ ക്ലാസ്, അതേപോലെ എഡ്യൂക്കേറ്റഡ് ക്ലാസ്, പ്രൊഫഷണൽ ക്ലാസ്, അവരിൽ വരാൻ പോകുന്ന 2-3 വർഷത്തിനുള്ളിൽ 60-70% AI ബേസ്ഡ് ആക്കും. ഈ രീതിയിലാണ് പോകുന്നത്. അതിലേറ്റവും നിർണായകമെന്ന് പറയുന്നത് ഇന്ത്യക്ക് കാര്യമായി ഒരു റോളും ഇല്ലാതായി. ഒരു വർഷം മുമ്പ് ഇന്ത്യയിൽ, അതായത് ഡൽഹിയിലെ മണ്ഡപം, ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുത്ത സൗത്ത് ഗ്ലോബൽ സമ്മിറ്റ്, സുന്ദർ പിച്ചൈ, സാം ആൾട്ട്മാൻ, അങ്ങനെയുള്ള പ്രഗത്ഭരായ AI കമ്പനിയുടെ ആൾക്കാർ വന്നിരുന്നു. പക്ഷെ അത് ഒരു പ്രയോജനവും ഇന്ത്യക്ക് കിട്ടിയില്ല. അതായത് മനസ്സിലാക്കുക, എങ്ങനെയായിരുന്നു നമ്മൾ IT-യിൽ ഏറ്റവും മുൻപന്തിയിലായിരുന്നത്, അതിൻ്റെ 100-1 നമ്മൾ AI-യിൽ എവിടെയില്ല. ലോകത്തെ പ്രഗത്ഭമായ 10 കമ്പനികൾ എടുക്കുക, അല്ലെങ്കിൽ 20 കമ്പനികൾ എടുക്കുക, ഒരൊറ്റ കമ്പനി പോലും ഇന്ത്യൻ ഒറിജിൻ അല്ല. അതായത് വലിയ ഗതികേടിലോട്ട് ഇന്ത്യ പോവുകയാണ്. അതേസമയം ഈ പറയുന്ന ലോകത്തിലെ IT കമ്പനികൾ, ആമസോണാണെങ്കിലും മെറ്റയാണെങ്കിലും ഏത് കമ്പനി എടുത്തു, അവരൊക്കെ ഇന്ത്യയിൽ അവരുടെ സെർവർ, അതായത് അതിവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. അത് ഹ്യൂജ് എമൗണ്ട്, അത് 10, 15, 20 കോടി ബില്യൺ അതൊക്കെ മുടക്കിയിട്ടാണ് അവരുടെ സെൻറ്റർ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അതായത് അവരുടെ AI അതിൻ്റെ സെർവറും പരിപാടികളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത്. അതായത് ഓരോ ഇന്ത്യക്കാരനെയും പിഴിഞ്ഞെടുക്കുക. ഈ സംഭവം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് ഈ പറയുന്ന AI-യുമായി ബന്ധപ്പെട്ട സംഭവം, ഇതിന് ഏറ്റവും കൂടുതൽ പോകുന്ന ഇലക്ട്രിസിറ്റി ഭയങ്കര ചിലവാണ്. അതേപോലെ ഈ സെർവർ കൂൾ ചെയ്യണം, അപ്പോൾ അതിന് വെള്ളം വേണം. അതായത് ഒന്ന് ഇലക്ട്രിസിറ്റി, ഒന്ന് വെള്ളം. അത് കഴിഞ്ഞ് ഈ ഗ്ലോബലായിട്ടുള്ള AI കമ്പനികൾ ഓരോ ഇന്ത്യക്കാരുടെയും, അവർ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡാണ് ഈ സാധനം മുഴുവൻ. നിങ്ങൾ ക്യാൻവ എടുത്താലും, ChatGPT എടുത്താലും, ഗ്രോക്ക് എടുത്താലും, ആൻഡ്രോപ്പിക് എടുത്താലും, എന്ത് പുല്ലെടുത്താലും ഇതിനൊക്കെ പണം കൊടുക്കണം. ഒരൊറ്റ ഇന്ത്യൻ കമ്പനിയില്ല. നോക്കാം ഐ ടിയിൽ എത്ര നമ്മൾ എടുത്തു നോക്കുക, ലോകത്തിലെ 10-20 കമ്പനികളിൽ അത് ആദ്യ സ്ഥാനത്ത് വരുന്ന പല കമ്പനി ഇന്ത്യൻ കമ്പനിയാണ്. നോക്കുക, ഇൻഫോസിസ്, TCS, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജോലി കൊടുക്കുന്ന IT കമ്പനി, HCL, വിപ്രോ, ഇതൊക്കെ ഇന്ത്യൻ കമ്പനിയാണ്. അതുകൊണ്ടെന്താ, പല ഇന്ത്യക്കാർക്കും ഗ്ലോബലായിട്ട് പോയി വർക്ക് ചെയ്യാനും അതിൻ്റെ സർവീസ് ചെയ്യാനും ഒക്കെ സാഹചര്യവും ജോലിയും കിട്ടി. പക്ഷേ AI-യുടെ സംഭവം നേരെ തിരിച്ചായി. മനസ്സിലാക്കുക, IT ഇൻഡസ്ട്രി ഷ്രിങ്ക് ചെയ്യുക. കാരണം കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസിഷൻ മോഡിലോട്ടങ്ങ് പോയി. ഈ സംഭവങ്ങൾ മുഴുവനും എങ്ങോട്ട് പോയി, AI-യിലോട്ട് പോകുമ്പോൾ ഇതിൻ്റെ വർക്ക് എങ്ങോട്ടാണ് പോകുന്നത്? ഇത് തായ്വാനിലോട്ടും, ചൈനയിലോട്ടും, വിയറ്റ്നാമിലോട്ടും, തായ്ലൻഡിലോട്ടും, ഹോങ്കോങ്ങിലോട്ടും പോവുക. ഇന്ത്യയിൽ ഒരു പുല്ല് വർക്കും വരുന്നില്ല. അതായത് ഇന്ത്യക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതായി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, സാം ആൾട്ട്മാൻ, ChatGPT-യുടെ ഫൗണ്ടർ, അദ്ദേഹം 2 വർഷം മുമ്പ് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പബ്ലിക്കായിട്ട് പറഞ്ഞു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു സംഭാവന ചെയ്യാൻ പോലും ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല. യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ IT-യിൽ ഇന്ത്യ വലിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് IT-യിൽ ഇന്ത്യ കോൺട്രിബ്യൂട്ട് ചെയ്തത്? ഒരിക്കലും സംഘപരിവാറുകാരും മനസ്സിലാക്കണം, മോദിയുടെ കോൺട്രിബ്യൂഷനോ BJP-യുടെ കോൺട്രിബ്യൂഷനോ ഒന്നുമല്ല. അത് രാജീവ് ഗാന്ധി തുടങ്ങിയ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, അതിൻ്റെ ഒരു സംഭവം കയറി വന്നതാണ്. അതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഈ പറയുന്ന, അതിനു മുമ്പുണ്ടായിരുന്ന IIT, അവിടെയൊക്കെ പഠിച്ച പല സ്റ്റുഡൻസും അമേരിക്കയിൽ പഠിക്കാൻ പോയ IT-യുടെ പോസിബിലിറ്റി കണ്ട് അവിടുത്തെ കമ്പനികളിൽ ജോലി ചെയ്ത് അവർ ഇന്ത്യയിൽ വന്ന് പല കമ്പനികളും സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് IT ബൂമിൽ ലോകത്തിലെ IT ഹബ്ബായിട്ട് ഇന്ത്യ മാറിയത്. നിങ്ങൾക്കറിയാം, ബാംഗ്ലൂർ ഇന്ത്യയുടെ സിലിക്കോൺ വാലിയാണ്. അപ്പോൾ അവിടെ നമ്മൾ പോവുകയാണെങ്കിൽ മനസ്സിലായി IT എത്രമാത്രം പവർഫുള്ളാണ് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത്. അപ്പം അതിനൊരു കാരണമുണ്ട്. അന്ന് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന SM കൃഷ്ണ. അപ്പം അദ്ദേഹം ഇതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലായി. കാരണം SM കൃഷ്ണ വിദേശ രാജ്യത്ത് പഠിച്ച ഒരാളാണ്. അതേപോലെ തന്നെ അവിടെ മുഴുവൻ IT കമ്പനി അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിച്ചു. അപ്പം അത് കണ്ടുകൊണ്ടിരുന്ന ചന്ദ്രബാബു നായിഡു ഹൈദരാബാദ് IT ഹബ്ബാക്കാൻ ശ്രമിച്ചു. അവരമ്മി മത്സരമായിരുന്നു. അതങ്ങോട്ട് മാറി അവിടെ ഉണ്ടാകുന്നു, പിന്നീട് ചെന്നൈയിലുണ്ടാകുന്നു, പൂനെയിലുണ്ടാകുന്നു, ബോംബെ സിറ്റിയിലുണ്ടാകുന്നു, പിന്നെ അത് ഗ്രാജുവലായിട്ട് ഗുഡ്ഗാവ്, അതായത് ഡൽഹി സിറ്റികളിലും ഡൽഹിക്കടുത്തുള്ള ഗുരുഗ്രാമിലും നോയിഡയിലോട്ടും കയറി വരുന്നു. ഇങ്ങനെയാണ് ഇന്ത്യ IT
ഭൂമിയിലോട്ട് വരുന്നത്. അതിന് ഉറപ്പായിട്ടും അതിൻ്റെ കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് പറയുന്നത് രാജീവ് ഗാന്ധിയുടെ ഒരു ഡ്രീം പ്രോജക്റ്റാണ് ഇന്ത്യയെ മാറ്റിയെടുക്കുക. ഉറപ്പായിട്ടും അന്നവിടെ അന്ന് ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് വിദേശത്ത് പോയി പഠിച്ചിട്ട് അവർ ഇന്ത്യയിൽ വന്ന് ഈ സംഭവങ്ങളൊക്കെ ചെയ്ത് ഇന്ത്യയെ മാറ്റിയെടുത്തു, IT-യുടെ ഹബ്ബാക്കി മാറ്റിയെടുത്തു. എന്താണ് ഇവിടെ സംഭവിച്ചത്? അതായത് ദീർഘവീക്ഷണമില്ലാത്തൊരു പ്രധാനമന്ത്രിയായിരുന്നു നമുക്കുണ്ടായിരുന്നത് ഇപ്പോഴുള്ള ഈ നരേന്ദ്രമോദി. 2016 ഇത് പീക്കായ സമയത്ത് അദ്ദേഹത്തിന് ഇതൊന്നും അറിയത്തില്ല. അതതിൻ്റെ കാര്യം. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കാം. 65-70 വയസ്സുള്ള ഒരാളോട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കിത് മനസ്സിലാവത്തില്ല. അതതിൻ്റെ കാര്യം. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ടാമത്തെ ടൈമിലുണ്ടായിരുന്ന അശ്വിനി വൈഷ്ണവ്, അദ്ദേഹത്തിനാണ് IT ടെക്നോളജി മിനിസ്ട്രി ഒക്കെ. അദ്ദേഹം വിദേശത്ത് പഠിച്ച അവിടെ ഒന്നും ഒരു കോൺട്രിബ്യൂഷൻ ഇന്ത്യ ചെയ്തിട്ടില്ല. അതാണ് ഏറ്റവും വലിയ തമാശ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാക്കി യൂറോപ്യൻ യൂണിയൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടി ജോയിൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ 90 ബില്യൺ യൂറോയുടെ ഡീലാണ് സൈൻ ചെയ്തത്. പക്ഷെ ഒരു സംഭവം ഉണ്ടായില്ല. കാരണം നമുക്ക് അവിടെ ട്രെയിൻഡ് ആയിട്ടുള്ള മാൻ പവറും റിസർച്ചും ഇല്ലാതായിപ്പോയി. എന്തുകൊണ്ടാണ് ഇന്ത്യ AI പുറകിലോട്ട് പോയത്? രുചിർ മേത്ത എന്ന് പറഞ്ഞ ഒരു എക്കണോമിസ്റ്റ് ഉണ്ട്. അത് ഇന്ത്യയിൽ ഗ്ലോബലായിട്ട് അറിയപ്പെടുന്ന, അദ്ദേഹത്തിൻ്റെ ഇഷ്ടം പോലെ പുസ്തകങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നത്, അതായത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഒരു റിസർച്ച് നടന്നില്ല. അതതിൻ്റെ കാര്യം. ഇതിനൊക്കെ ഫണ്ട് ചെയ്യേണ്ട ഗവൺമെൻറ്റാണ്. അമേരിക്ക വർഷങ്ങളോളം നിന്നാണ് ഇത് ഫണ്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ടോപ്പ് കമ്പനികളെല്ലാം അമേരിക്കൻ കമ്പനികളായത്. NVIDIA നിങ്ങൾക്കറിയാം, ഒരു ചിപ്പ് കമ്പനിയാണ്. അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്, ആ കമ്പനി എന്ന് പറയുന്നത് $1 ട്രില്യണിലോട്ട് പോവുകയാണ്. അതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് $1 ട്രില്യൺ പോവുകയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ ടോട്ടൽ GDP എന്ന് പറയുന്നത് 4.5 ബില്യണേ വരുന്നുള്ളൂ, 4.5 ട്രില്യണേ വരുന്നുള്ളൂ ഒരു രാജ്യത്തിൻ്റെ. ഒരു അമേരിക്കയിലൊരു കമ്പനി, അതായത് NVIDIA കമ്പനിയുടെ അവരുടെ നെറ്റ് വർത്താണ് 1 ട്രില്യണിലോട്ട് പോകുന്നത്. ഇതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടുള്ള വലിയ സംഭവം ഗ്ലോബൽ മാർക്കറ്റിലും ജോബ് മാർക്കറ്റിലും ഉണ്ടായേക്കുന്നത്. അതായത് വരാൻ പോകുന്ന സമയത്ത് നമ്മൾ ഇന്ത്യക്കാരെ മുഴുവനും പിഴിയാൻ പോവുകയാണ് ഈ പറയുന്ന വിദേശ അമേരിക്കൻ കമ്പനികൾ. നമുക്കൊരു പുല്ലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഈ സാധനം ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാനും പറ്റത്തില്ല. കാരണം ഇറാൻ, ഇസ്രായേൽ, അമേരിക്കൻ ഈ വാറുമായി ബന്ധപ്പെട്ട് വെപ്പണൈസേഷൻ, വെപ്പൺ എങ്ങനെ യൂസ് ചെയ്യണം, അത് മുഴുവനും AI മോഡലിലോട്ടാണ് ഇത് പോയിരിക്കുന്നത്. അതായത് ഗ്ലോബലായിട്ട് വരാനുള്ള ദിവസം ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട ലൈഫ് മുഴുവനും AIയിലോട്ട് പോവുകയാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീൻ AI, നിങ്ങൾ ഉപയോഗിക്കുന്ന കാർ AI, എന്ന് ഉറപ്പായിട്ടും മൊബൈൽ ഏകദേശം 90% AI. ഏത് സാധനം നിങ്ങൾ എടുക്കുക, നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ലൈറ്റ് പോലും AI ടൂളിലോട്ട് അങ്ങ് പോകും. ഫ്രിഡ്ജ് AI ടൂളിൽ പോകും, മൈക്രോവേവ് AI ടൂളിലോട്ട് പോകും. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇന്ത്യയിലെ പണം, അതായത് ഇന്ത്യക്കാരുടെ സബ്സ്ക്രിപ്ഷൻ അടിച്ചുകൊണ്ട് പോവുകയാണ്. ഇന്ത്യക്ക് ഒരു കുന്തവും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. അതായത് ഫർദർ ഫ്യൂച്ചറിൽ ഈ പറയുന്ന AI-യുമായി ബന്ധപ്പെട്ട് ഒരാൾക്കാരും ഇന്ത്യയിൽ വരില്ല എന്നുള്ള കാര്യത്തിൽ 100% കൺഫേമായ. കാരണം ഇന്ത്യക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്ത്യക്കാരായിട്ട് വിദേശ രാജ്യങ്ങളിൽ പഠിച്ചിട്ടുള്ളവർ, അതായത് സ്റ്റുഡൻസായിട്ട് AI പറ്റി പഠിച്ച് റിസർച്ചൊക്കെ ചെയ്ത്, കാരണം അമേരിക്കയിലും മറ്റ് യൂണിവേഴ്സിറ്റിയും പഠിച്ചവരെയൊക്കെ തായ്വാനും വിയറ്റ്നാമും ചൈനയും അങ്ങ് കൊണ്ടുപോവുക. ഇതാണ് തമാശ എന്ന് പറയുന്നത്. ഇവിടെയാണ് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ ദീർഘവീക്ഷണം, ഫോർകാസ്റ്റ് ചെയ്യണം. അതിനകത്ത് പൂർണ്ണമായും പരാജയപ്പെട്ട ഒരാളാണ് നരേന്ദ്രമോദി. പ്രത്യേകിച്ച് AI ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ഒരു പുല്ലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യവും സത്യം തന്നെയാണ്.